അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നബിദിനം ആഘോഷിക്കാൻ ഇവരൊരുപാട് തെളിവുകളുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരോട് നമുക്ക് ഈ ഒരു മറുപടിയേ കിട്ടേണ്ടുള്ളൂ. നമ്മൾ പലരും ചോദിച്ചതാണ്. എങ്കിലും സമസ്തക്കാരായ ആളുകൾ ഓരോരുത്തരും അവരവർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം, എന്തുകൊണ്ടായിരിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഘോഷിക്കാതിരുന്നത്? എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ആഘോഷം അല്ലെങ്കിൽ ഇങ്ങനൊരു സന്തോഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടായിരിക്കും? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്നേഹിച്ചവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ട് ഖലീഫയായിട്ട് ആദ്യത്തെ റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു. അങ്ങനെ റബീഉൽ അവ്വൽ 9, 10, 12 എന്തായിരിക്കും ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റബീഉൽ അവ്വൽ 12 കടന്നു പോയിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്തില്ല? എവിടെയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ചെയ്തതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവർ ചിലപ്പോൾ കിതാബൊക്കെ എടുത്ത് കാണുമ്പോൾ സാധാരണക്കാരായിരിക്കും, ഉസ്താദ് വലിയ തലക്കെട്ടുണ്ട്, വലിയ കിതാബുണ്ട്, അപ്പം എന്തെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടില്ല എവിടെ. ഉമർ റളിയല്ലാഹു അൻഹു ചിലപ്പോഴൊക്കെ ചിലരൊക്കെ എന്തെങ്കിലും മിസ് ചെയ്താൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക. നോക്കിയേ, നമ്മളത് നബിനോട് പോലും അല്ലേ, ചില കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചിലതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു യോജിച്ചിട്ടുണ്ട്, അള്ളാഹു അതിനോട് യോജിച്ചിട്ടുണ്ടല്ലേ, ഉമർ തന്നെ പറയുന്നുണ്ട്. അത് ഖുർആൻ ജമഅ ചെയ്യാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹുവാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് നമുക്കത് ചെയ്യണ്ടേ, അനിവാര്യമല്ലേ എന്ന രൂപത്തിലൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം ഒന്ന് ആലോചിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു. അപ്പോൾ അവർ ചെയ്തു. അങ്ങനെ പല കാര്യത്തിലും ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് നമുക്ക് നബിയുടെ ജന്മദിനമല്ലേ, റബീഉൽ അവ്വൽ അല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, എന്തുകൊണ്ടായിരിക്കും പറയാതിരുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടായിരിക്കും പറയാതിരുന്നത്? ഒരുപാട് സഹാബകൾ ജീവിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന് ശേഷം. ആയിഷ ബീവി ഉണ്ട്, എല്ലാവരും മദീനയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന് ശേഷം റബീഉൽ അവ്വൽ പിറക്കുന്നു. എന്തായിരിക്കും അവരുടെ ഫീലിംഗ്? റബീഉൽ അവ്വൽ ഇപ്പോഴുള്ള ഒരു ചിത്രം നോക്കിയേ. റബീഉൽ അവ്വൽ പിറക്കുമ്പോഴത്തേക്ക് ദഫ്, കോൽക്കളി, പ്രാക്ടീസ്, അതിൻ്റെ പാട്ടോട് ഗാനങ്ങൾ, മദ്ഹ് ഗാനങ്ങൾ, അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഉത്സവ അല്ലേ, ഒരു ഉത്സവ പ്രതീതിയാണ്. എന്തായിരിക്കും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ആദ്യത്തെ ആ ഒരു വർഷത്തെ റബീഉൽ അവ്വൽ ആ കണ്ട മദീനയിലുണ്ടായ സഹാബാക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ചരിത്രത്തിൽ എവിടെയെങ്കിലും എന്തോരം ചരിത്ര അല്ലെ, മുക്കും മൂലയും ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ റബീഉൽ അവ്വൽ പിറന്നപ്പോൾ സഹാബാക്കൾ ഇങ്ങനെ ആഹ്ലാദിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് അവർ ആലോചിച്ചു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് ഗാനങ്ങൾ പാടാൻ വേണ്ടിയിട്ട് മദീനയിലെ കുട്ടികൾ ഒരുമിച്ചുകൂടി. കവികളും കവിയത്രികളും മുഹമ്മദ് നബിയുടെ മദ്ഹുകൾ എഴുതി മദീന പള്ളിയിൽ അവതരിപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ചിന്തിക്കാൻ പറയാണ്. സാധാരണക്കാര്, മൗലവിമാരെ കാര്യം വിട്, അവരിത് കേൾക്കാൻ തന്നെ നിൽക്കില്ല. എന്തുകൊണ്ടായിരിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്തോരം സഹാബാക്കളാ നബിനെ ജീവനിട്ടം സ്നേഹിച്ച്, നബി ഇല്ലാതെ കഴിയില്ലല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ തല ഞാൻ വിട്ടു മിണ്ടാതിരുന്നു. മുഹമ്മദ് നബി തിരിച്ചു വരും, മുഹമ്മദ് നബി വഫാത്തൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത്. ആ ഉമർ റളിയല്ലാഹു അൻഹു റബീഉൽ അവ്വൽ ആയപ്പോൾ എന്തായിരിക്കും ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സ്? അല്ലെങ്കിൽ എന്തായിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചെയ്തിട്ടുണ്ടാവുക? എന്തെങ്കിലും മദീനയിൽ അന്ന് നടന്ന നബിദിന റാലിയോ ഒന്നും വേണ്ട, ഒരു ചർച്ച ഹദീസിൽ ഇങ്ങനെ, അതായത് റബീഉൽ അവ്വൽ ആയിക്കഴിഞ്ഞാൽ സഹാബാക്കൾ മുഹമ്മദ് നബി ഓർത്ത് കഴിഞ്ഞ കാലങ്ങൾ സംസാരിക്കുമായിരുന്നു.
ബദ്ർ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു, ഉഹദ് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ആ അനർഘ നിമിഷങ്ങളെക്കുറിച്ച് അവർ അയവിറക്കുമായിരുന്നു. അങ്ങനെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തുകൊണ്ട് അവർ ചെയ്തിട്ടില്ല? എന്തോ ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി. നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് ആലോചിച്ച് നോക്കിയേ. നബിദിനം പുണ്യമാണ്, അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയുന്നവർ എന്തായിരിക്കും അവർ ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? എന്തേ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത് എന്തുകൊണ്ട്? നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരുന്നത്? അവസാനം നമുക്ക് കിട്ടുന്നൊരു ഉത്തരമുണ്ട്, ഒരൊറ്റ ഉത്തരം. എന്തോ ഒരു കാര്യങ്ങൾ ചെയ്തു ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഹാബാക്കളൊക്കെ. ഇതെന്തുകൊണ്ട് ചെയ്തില്ല? നമുക്കത് ആഘോഷിക്കണം. പക്ഷെ ഇവരെന്തുകൊണ്ടത് ചെയ്തില്ല? ഇവരാണല്ലോ ചെയ്യേണ്ടിയിരുന്നത്. എന്താണ് അതിന് കാരണം? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഓൺലി വൺ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ ജന്മത്തിൽ അങ്ങനെയൊന്നും അവർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല, അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ആരുടെയും ജനനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല. നബിയുടെ വിവാദത്തിലേക്ക് എത്തി. നബിയുടേത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കളെ റബീഉൽ അവ്വൽ എന്തോരം കടന്നുപോയി. 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിൻ്റെ വഫാത്താകുന്നതിന് 23 വർഷം, 23 റബീഉൽ അവ്വൽ, 23 റബീഉൽ അവ്വൽ. ഇതിലേതെങ്കിലും ഒരു റബീഉൽ അവ്വലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഒരു ആഘോഷം, നമുക്കൊരു സന്തോഷം, ഒരു ആഹ്ലാദം, എന്തെങ്കിലും നബി ചെയ്തിട്ടുണ്ടെങ്കിൽ സഹാബാക്കൾ കണ്ടിപ്പ അവർ ചെയ്യും. പ്രിയപ്പെട്ടവർ, അത് മാത്രം ഓർക്ക്. ആ ഉമർ എന്നതാണ് ചെയ്തിട്ടില്ലേ, എനിക്ക് വേണ്ട. അപ്പൊ ഇവര് ഉമർ ചെയ്താലും അബൂബക്കർ ചെയ്താലേ നീ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൽഫാം എന്തിനാ ചോദ്യ? അങ്ങനെയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു ബെൻസിൽ യാത്ര ചെയ്തിനാ, BMW വാങ്ങിന, കാറ് വാങ്ങിന? ഇവര് ഉസ്താദുമാര് പാവങ്ങളല്ലേ, മുമ്പിലിരിക്കുന്നവർ പൊട്ടന്മാരാക്കി ഇത് പഠിപ്പിച്ചെടുക്കും. എന്നിട്ട് മൊയിലാരുട്ടികളൊക്കെ തലക്കെട്ടും കെട്ടി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തെല്ലാം പഠിപ്പിച്ചിനാ, റളിയല്ലാഹു അൻഹു പറയാൻ പഠിപ്പിച്ചിനാ? എന്താണ് ഇവരുടെ അവസ്ഥ? നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. എന്തുകൊണ്ടായിരിക്കും അവർ ചെയ്യാതിരുന്നത്? അതേ നമുക്ക് കിട്ടേണ്ടുള്ളൂ. അവർ ചെയ്തിട്ടില്ല. നാളെ ആഖിറത്തിലെത്തിയിട്ട് നബിദിനം ആഘോഷിച്ചവരും ആഘോഷിക്കാത്തവരും വേറെ. ആരൊക്കെ ആഘോഷിച്ചവർ? AP സമസ്ത ടീം. ആഘോഷിക്കാത്തവരാരൊക്കെ? ആഘോഷിക്കാത്തവരൊക്കെ മാറിക്ക്. ആദ്യം തന്നെ മുഹമ്മദ് നബി അപ്പുറം പോകും. മുഹമ്മദ് നബി അപ്പുറം പോകും. മുഹമ്മദിനെ വേക്ക് പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു നടക്കും. അതിൻ്റെ വേക്കോട്ട് ഉമർ റളിയല്ലാഹു നടക്കും. സഹാബാക്കളെല്ലാവരും നബീൻ്റെ വേക്കിലെ. അതിൻ്റെ വേക്കിൽ ആര് പോകും? അതിൻ്റെ വേക്കിൽ മക്കളെ വഹാബികൾ പോകും. ഒരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓർക്കും വന്ന് വഹാബികൾ പോകും. ആരെ വേക്കിൽ? സഹാബാക്കളെ വേക്കിൽ, തബീഈങ്ങളെ വേക്കിൽ വഹാബികൾ പോകും. റബീഉൽ അവ്വൽ ആഘോഷിക്കാത്തവരുടെ കൂട്ടത്തിലേക്ക്. വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ് വമൻ യുതിഇർ റസൂല ഫൗലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. എവിടെയാ വഹാബികൾ? എവിടെ പോവാ? നബീൻ്റെ കൂട്ടത്തിൽ. മക്കളെ, ആഘോഷിക്കാൻ നമ്മളുടെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ പൂതിയില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ പന്തൽ കെട്ടാനുള്ള പണിക്കാരില്ലാഞ്ഞിട്ടോ, റാലി നടത്താൻ പിള്ളേരില്ലാഞ്ഞിട്ടോ അല്ല. അങ്ങനൊന്നുമില്ല, പാടില്ല, തെറ്റാണ്. ദീനായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തതുകൊണ്ട് നമുക്ക് പാടില്ല. അബൂബക്കറിനും ഉമറിനും ഉസ്മാനും അലിക്കും സഹാബാക്കൾക്ക് എല്ലാവർക്കും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്കാർക്കും തോന്നാത്തത്, അവരുടെ ചിന്തയിൽ ഒരു പ്രാവശ്യം പോലും ഉദിക്കാത്തത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫലിദാലിക ഫൽഫറഹു എന്ന ആയത്ത്
ഒരു പ്രാവശ്യം പോലും റഈസുൽ മുഫസ്സിരീനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പോലും തോന്നാത്തത് തോന്നി സമസ്തക്കാരെ. നിങ്ങളല്ല നമുക്ക് സഹാബാക്കളാണ് വിഷയം. അതുകൊണ്ട് നാട്ടുകാരെ, സാധാരണക്കാരെ ചിന്തിക്കും. വെറുതെ പൊട്ടന്മാരായിട്ട് നമ്മളൊക്കെ പണ്ടേ സംസ്ഥയിലാണ്. അതുകൊണ്ട് സംസ്ഥയിലെ ഉസ്താമാരെ നോക്കിയപ്പോൾ മാഷാ അല്ലാഹ് വലിയ തലയിക്കെട്ട്, വള്ളിയും. ഇപ്പുറം വഹാബി മൗലവി നോക്കിയപ്പോൾ ആളൊരു തലയിലൊന്നുമില്ല, ആളൊരു ഷർട്ടും, ചിലർ തുണി, ചിലർ അപ്പോൾ സമസ്തന് വലിയ കെട്ടും വള്ളി അതന്നെ. അപ്പോൾ അതന്നെ ശരി. ഇങ്ങനെയൊക്കെ നിങ്ങൾ ശരിനെ പിടിക്കാൻ നിന്നാലുണ്ടല്ലോ ഏറ്റവും വലിയ അപകടത്തിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.